ഹായ് വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് മഷ്റൂമും കൊണ്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഈസി ആയിട്ട് ഉള്ളൊരു റെസിപ്പിയാണ്. അതിനായിട്ട് മഷ്റൂം ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് എടുക്കണം. തീരെ ചെറുതാക്കേണ്ട കാര്യമില്ല. ഇതുപോലെ പകുതിയായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുത്താൽ മതി. ഇത് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഫുള്ള് മഷ്റൂം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മഷ്റൂം കട്ട് ചെയ്യുന്നതിന് മുന്നേ വെള്ളത്തിൽ ഇട്ട് വെക്കരുത്, കഴുകി വേഗം തന്നെ എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം വലിച്ചെടുക്കും. പിന്നെ ഞാനിവിടെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പകരം സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ക്യാപ്സിക്കം എടുത്തുകൊണ്ട് സവാള ചേർത്തിട്ടില്ല, രണ്ടും കൂടെ വേണേലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് വെളുത്തുള്ളി മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കണം. ഇതുപോലെ കട്ട് ചെയ്തിട്ട് വളരെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം. മിക്സിയിലിട്ട് ക്രഷ് ചെയ്യുകയും ചതച്ചെടുക്കുകയൊന്നും വേണ്ട, ഇതുപോലെ ചോപ്പ് ചെയ്ത് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് ഈ വെളുത്തുള്ളി ഫസ്റ്റ് ഒന്ന് ചേർത്ത് ഒന്ന് സോട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ബ്രൗൺ കളർ ആവാനൊന്നും നിൽക്കരുത്. പെട്ടെന്ന് തന്നെ നമുക്ക് ക്യാപ്സിക്കം കൂടെ ചേർത്ത് വെക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇനി ഈ ക്യാപ്സിക്കം കൂടെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. കുറച്ച് സമയം ഇരുന്നാൽ ഈ ക്യാപ്സിക്കം അലുത്ത് പോകും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ കടിക്കുന്ന ഒരു പരുവത്തിൽ കിട്ടേണ്ടത് കൊണ്ട് വേഗം തന്നെ നമുക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം. മഷ്റൂമും കൂടെയും ചേർത്തിട്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് മൂടി വെക്കണം. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പോൾ മഷ്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇങ്ങനെ ഇറങ്ങി വരും. ആ വെള്ളത്തിൽ തന്നെ ഇത് നമുക്ക് റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കരുത്, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആ വെള്ളം വറ്റുന്നത് വരെ നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. വെള്ളം ഒന്ന് വറ്റി കഴിയുമ്പോഴത്തേക്ക് മഷ്റൂമും റെഡി ആയിട്ടുണ്ടാവും. അത് വെള്ളം വറ്റിയതിന് ശേഷം മാത്രം നമുക്ക് ഉപ്പും ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിലിന് പകരം ബട്ടർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കാനില്ല. മഷ്റൂം റെഡിയായി വെന്ത് വന്നതിന് ശേഷം നമുക്കിനി കുറച്ച് കുരുമുളക് പൊടിയും കൂടെയും ചേർത്താൽ മതി. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. വേറെ പൊടികളും ഒന്നും ചേർക്കുന്നില്ല, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ഇപ്പം ഞാനിവിടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ സ്റ്റേജിൽ വേണം നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാൻ. ഇതിൻ്റെ കളറ് ഇങ്ങനെ വൈറ്റ് കളറ് മാറി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല, കുറച്ച് കുരുമുളക് പൊടി മാത്രമാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മഷ്റൂം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് കുറച്ച് ഇൻഗ്രീഡിയൻസിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു മഷ്റൂം റെസിപ്പിയാണ്. ഇതുപോലെ പല ടൈപ്പിൽ നമ്മൾ മഷ്റൂം കറിയായിട്ടും ഗ്രേവി ആയിട്ടും റോസ്റ്റായിട്ടും ഒക്കെ റെഡിയാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. വെറുതെ തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ. വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം. അതുവരെ ബൈ.